നമസ്കാരം. ഇന്ന് നിങ്ങളുമായി ഒരു പുതിയ ചിന്ത പങ്കുവെക്കുകയാണ്. 1 മൈൽ നടക്കുവാൻ ആവശ്യപ്പെടുന്നവനോടൊപ്പം 2 മൈൽ നടക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ചിന്ത. എല്ലാവരും പതിവുള്ളതും ആവശ്യമുള്ളതുമായ കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യുന്നവനാണ് കൂടുതൽ വിജയം കണ്ടെത്തുന്നത്. പഠനത്തിലായാലും ജോലിയിലായാലും വ്യാപാരത്തിലായാലും ഇത് വളരെ ശരിയാണ്. ഇപ്രകാരം കൂടുതൽ ചെയ്യുന്നത് കുറച്ചുപേർ മാത്രമായതുകൊണ്ടാണ് അവരുടെ വഴിയിൽ തിരക്കും ബഹളവുമില്ലാത്തത്. കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരു വിദ്യാർത്ഥി എഴുതുന്ന ഉത്തരവും വ്യത്യസ്തമാകും. ന്യായമായും കൂടുതൽ മാർക്ക് ആ കുട്ടിക്ക് ലഭിക്കും. മാർക്ക് വിജയത്തിൻ്റെ അളവുകോലാണെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ അളവുകോലാകണമെന്നില്ല. വ്യത്യസ്തതയാണ് ഇവിടെ മാനദണ്ഡം. വ്യത്യസ്തത സൃഷ്ടിക്കുവാൻ കഠിനാധ്വാനവും സ്ഥിര ഉത്സാഹവും ആവശ്യമാണ്. അതുകൊണ്ട് പലരും അതിന് തയ്യാറാവില്ല. ആ വഴിയിൽ തിരക്ക് കുറയുവാൻ കാരണം മറ്റൊന്നുമല്ല, കാരണം അവർ കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടും സ്ഥിരോത്സാഹമില്ലാത്തത് കൊണ്ടുമാണ്. വ്യത്യസ്തത സൃഷ്ടിക്കുവാൻ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പലരും അതിന് തയ്യാറാവില്ല. എക്സ്ട്രാ മൈൽ സഞ്ചരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. ജീവിക്കണമോ അതോ കഴിഞ്ഞുകൂടിയാൽ മതിയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാവണം ഒരു തീരുമാനം എടുക്കേണ്ടത്. കഴിഞ്ഞുകൂടിയാൽ മതിയെങ്കിൽ പതിവ് പരിപാടികളും ശൈലിയുമായി മുന്നോട്ട് പോകുക. എന്നാൽ ജീവിക്കണമെന്ന് ഉറച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ഫലപ്രദമായി വിനിയോഗിക്കണം. പുതിയ വഴികൾ തേടുകയും വേണം. നല്ല സമ്പർക്കം കാര്യക്ഷമമാക്കി പുതിയ വഴികൾക്കാവണം നമ്മൾ മുൻഗണന നൽകേണ്ടത്. ഇവയെല്ലാം അധ്വാനവും അച്ചടക്കവും ആത്മനിയന്ത്രണവും ആവശ്യപ്പെടുന്നതുകൊണ്ട് അധികം ആളുകൾ അതിന് മുതിരില്ല. ന്യായമായും തിരക്ക് ഒഴിവാക്കുകയാണ് അവർ ചെയ്യുന്നത്. അധിക ദൂരം സഞ്ചരിക്കുമ്പോൾ, അധിക മൈൽ നടക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കായെന്നു വരാം, ഒറ്റപ്പെടുത്തിയെന്നു വരാം. ചുറ്റുപാടും ആൾക്കൂട്ടത്തിൻ്റെ ആരവും ഉണ്ടാകുകയില്ല. കാലുകൾ മുന്നോട്ട് തന്നെ വെക്കുക. എല്ലാ വിജയികളും ഇത്തരം വഴികളിലൂടെ നടന്നവരാണ്. അവർക്ക് കൂട്ടാവുന്നത് അതിയായ ആഗ്രഹവും ഉയരുവാനുള്ള അഭിവാഞ്ചയും മാത്രം. മനസ്സിൽ ഉറക്കെ പറയണം, എനിക്ക് കൂട്ടുവേണ്ട. എൻ്റെ സ്വപ്നങ്ങളുടെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് ഞാൻ തനിയെ നടന്നുകൊള്ളാം. എൻ്റെ വഴിയിൽ തിരക്കൊഴിവാക്കി തന്നതിന് നന്ദി എന്ന ചിന്തയോട് മുന്നേറുക. ജീവിതത്തിൽ വിജയം തനിയെ വന്നുകൊള്ളും. ഈ ചിന്ത ഇത്രമാത്രം. നന്ദി, നമസ്കാരം.